ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വൈറ്റ് ഹൌസിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ദീർഘമായ ചർച്ചയ്ക്ക് ശേഷം നടന്ന സംയുക്ത പത്രസമ്മേളനത്തിൽ ട്രംപ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. ട്രംപ് ഒരു അത്യാവേശക്കാരനാണെന്നും ആദ്യം തന്നെ എല്ലാം അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ് സ്വയം നിർവൃതി അടയാൻ ശ്രമിക്കും എന്നത് മാത്രമാണ് ഇതിന്റെ വിജയ സാധ്യതയെക്കുറിച്ചുള്ള ഏക ആശങ്ക. ട്രംപ് പറഞ്ഞത് ശരിയാണെങ്കിൽ, ട്രംപ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ എത്തിയാൽ ലോകത്തെ ഏറ്റവും വലിയ അശാന്തി അവസാനിക്കുകയാണ്. ഫലസ്തീൻ വിഷയത്തിന് ശാശ്വത പരിഹാരമുണ്ടാവുകയാണ്. ഹമാസ് എന്ന ഭീകര സംഘടന ഇല്ലാതാവുകയാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനും ഗാസയിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശം പൂർണ്ണമായും ഇല്ലാതാക്കാനും തടവുകാരെ വിട്ടയക്കാനും ഫലസ്തീന്റെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കാനും ഒക്കെയുള്ള ഒരു 20 ദിന പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നു എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഈ 20 ദിന പദ്ധതിക്ക് അറബ് രാജ്യങ്ങളെല്ലാം പിന്തുണ നൽകിയിരിക്കുന്നു. ഇസ്രായേൽ അതിന് അനുമതി നൽകിയിരിക്കുന്നു. ഇനി ഹമാസിന്റെ അനുമതി മാത്രമേ ആവശ്യമുള്ളൂ. ആ അനുമതി ഹമാസ് ഈ രേഖ പുറത്തുവിട്ട് കഴിഞ്ഞാൽ 78 മണിക്കൂറിനകം നൽകിയേ മതിയാവൂ. എന്തായാലും ഒരു പ്രശ്ന പരിഹാരം നിർബന്ധമാണ്. അത് താൻ നടപ്പിലാക്കിയിരിക്കും. 2 വഴികളുണ്ട്: സമാധാനത്തിന്റെ വഴി, യുദ്ധത്തിന്റെ വഴി. സമാധാനത്തിന്റെ വഴി ഹമാസും ഫലസ്തീൻ അതോറിറ്റിയും ഇതിലെ പോയിന്റുകൾ അംഗീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് മാത്രമാണ്. അവർ അതിന് വിസമ്മതിച്ചാൽ അത് നടപ്പിലാക്കാൻ ഏതറ്റം വരെ പോകും. ഹമാസ് എന്ന ഭീകര സംഘടനയെ ഇല്ലാതാക്കാൻ ഇസ്രായേലിനൊപ്പം അമേരിക്കയെ നിൽക്കും. ഇതാണ് ട്രംപിന്റെ പ്രഖ്യാപനം.